ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇമ്മിണി ബെല്ല ലോകത്തിൽ എത്തിയിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? നഫീസത്ത് മിസ്രിയ. എവിടെ നിന്നാണ് വരുന്നേ? കൽപ്പേനി ദ്വീപിൽ നിന്നാണല്ലേ? മോൾ എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാണ് ഞാനിപ്പോ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിലാണല്ലേ? ഏത് സ്കൂളിലാണ്? ഗവൺമെന്റ് എസ് ബി സ്കൂൾ. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? നഫീസ ടീച്ചർ. മറ്റു സബ്ജക്റ്റ് ഒക്കെ എടുക്കുന്ന ടീച്ചർമാരുടെ പേര് അറിയോ? അതെ, മാത്സ് ടീച്ചർ കെ കുഞ്ഞിബി ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ജസീറ ടീച്ചർ, ഹിന്ദി ടീച്ചർ ഷഹാന ടീച്ചർ. നഫീസത്ത് മിസ്രിയല്ലേ പേര്? അതെ. മിസ്രി മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് മാമ ഉണ്ട്, ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. ഓക്കെ. ഉമ്മയുടെ പേരെന്താ? ബീഗം സദ്യൻ. ഉപ്പയുടെ പേരെന്താ? അമീറുദ്ദീൻ. ഉമ്മമ്മയുടെ പേരെന്താ? ഉമ്മമ്മയുടെ പേര് പാത്തുമാബി. പാത്തുമാബി. ഉമ്മമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി? 70 വയസ്സായല്ലേ? അപ്പൊ ഉമ്മമ്മ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ മിസ്രിക്ക്? അതെ, പറഞ്ഞു തരാറുണ്ടല്ലേ? ഇനി ഇമ്മിണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടാണല്ലേ? അപ്പൊ മിസ്രി മോളുടെ ഒരു മാപ്പിളപ്പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും വരാം. തുടരും അടുപ്പിടി അടരുകൾ അവരത് തുടങ്ങി കരിമാണെന്ന് കണ്ടു തുടങ്ങി പടവാളുകളും തീർദ്ധം പരിവാരമിലും മുതിമതി സുഹൃതം അന്തവനേകിയ ധീരധീര സാധികളും പടപ്പുരുകാൻ പടവാളെന്തുന്നീ ധീരലോചനായ കിടാതൊരുമയമതില്ലാതിരുന്നേ ധീരധീര സഹാബികളും പടപുരുകാൻ പടവാളെന്തുന്നേ ധീരലോചനായ കിടാതൊരുമയം അതിനേരുന്നേ അടിപ്പിടി അടരുകളവരാടി അഭിഷേമവരുടെ മനം കോടി അടിപ്പിടി അടരുകളവരാടി അഭിഷേമവരുടെ മനം കോടി ദൂരവിജോടികൾ കണ്ടു കരന്നോടി ഭജവിന്റെ വീരിമാലിളന്ന് കിടുകിടുകുലമറിയിച്ച് വമ്പരയിച്ച് പുതിച്ച് പുതിച്ച് പ്രതിച്ച് രസിച്ച് സുഖിച്ചിരുമിച്ച് തീരതിൽ പരിതും പടയത് ചോരമീ തുടരും കഠിനമുള്ളടുപ്പിടി അടരുകൾ അപരത തുടങ്ങി കരിമണനത് കണ്ടു തുടങ്ങി ഇടവാളുകളും പ്രകൃതിന് സുഹൃതം പരിവാരമുളം ഇതിന്റെ സുഹൃതം അമ്പകമേകിയ മത്തിനും ഉത്തമം തുളിനൂറ് അവരുടെ ശിരസ്വതി പഴകം പടയതോരങ്ങ് തുടരും പടിമലടിക്കിടി അടരുകൾ അവരത തുടങ്ങി പരിമളത് കണ്ടു തുടങ്ങി പടവാളുകളും പ്രകൃതിയിലുള്ള പരിവാരങ്ങളും മുതിമണി സുഹൃതം അമ്പവിദേഹിയ മത്തിലെ ഉത്തമമുത്തുളിനോളേക്കും. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് മിസ്രി. പാട്ട് ആരാ പഠിപ്പിച്ചു തന്നത്? ഉപ്പയാണോ? ഇപ്പൊക്കെ എന്താ ജോലി? ഇപ്പയുടെ പേരെന്താ? അമീറാണെന്നില്ലേ? ഇപ്പയാണോ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ് മിസ്രിക്ക്? പിന്നെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ എന്താ? കുറെ ഫ്രണ്ട്സ് ഉണ്ടോ? അടുത്തതായിട്ട് ഇമ്മിണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കവിത. മിസ്രി മോളുടെ ഒരു കവിത കൂടി കേൾക്കാം. അക്കളായി നാലു പേരുണ്ടെങ്കിലും
അമ്മയാണ് ഊഴിയിൽ ചെന്മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നു. 4 പേർക്കും മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മയാണ് ഊഴിയിൽ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നു. 4 പേർക്കും. നല്ല കവിതയായിരുന്നു. താങ്ക് യു. സ്കൂളിൽ നോക്കി കവിത ഒക്കെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ആരാ പഠിപ്പിച്ചു തരാറ്? ഉമ്മയുടെ മൂത്തോളിന്റെ മോള് പഠിപ്പിച്ചു തരാറുണ്ടോ? അതെ. പഠിക്കാനൊക്കെ ആരാ സഹായിക്കാറ്? ഉമ്മയാണോ? ട്യൂഷനൊക്കെ പോവാറുണ്ടോ? അതെ. എങ്ങോട്ടാ പോകാറ്? വീടിന്റെ അടുത്താണോ? മുർഷിദ ടീച്ചറിന്റെ വീട്ടിലാണോ ട്യൂഷൻ എടുക്കാറ്? അതെവിടെയാ? നിങ്ങളുടെ അടുത്താണോ? ദൂരെയാണോ? ഉമ്മയുടെ പേരെന്തായിരുന്നു? ബീഗം സബീല. ഉമ്മക്ക് എന്താ ജോലി? കമ്പ്യൂട്ടർ സെന്ററിലാണോ? ആ. പിന്നെ നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ കളിക്കാനൊക്കെ പോകാറുണ്ടോ കൂട്ടുകാരോടൊത്ത്? എങ്ങോട്ടാ പോകാറ്? അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കളിക്കാറുണ്ടല്ലേ? ഇനി എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ടാണോ? ഉപദേശമോ സലാമി സലാമേ ഉപരോധം വാഴ്ത്തുമേ കരീമേ على سيدنا وصاحب المدينة صلى الله على سيدنا وصاحب المدينة ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന നീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും മാറ്റും നബി കരീമേ ചന്ദ്രനോടുപമിക്കും തിങ്കളിൽ ചന്തവും തങ്ങളല്ലേ അങ്ങതലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ ഒരൽപ്പമല്ലേ പ്രപഞ്ചത്തിൽ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും ഹബീബേ അങ്ങയിൽ നിന്നും سيدنا وصاحب المدينة صلى الله على سيدنا وصاحب المدينة ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്നീനേ സലാമിൻ സലാമേ ഉപയോഗവും മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് മിസ്രി പാടിയിട്ടുണ്ട്. ഇതും ഉപ്പ പഠിപ്പിച്ച പാട്ടാണോ? അതെ. അപ്പൊ മിസ്രി എങ്ങനെയാ പാട്ടൊക്കെ പഠിക്കാറ്? മൊബൈലിൽ നോക്കി പഠിക്കോ? ഉപ്പ പാട്ടുകാരനാണോ? അതെ. അപ്പൊ എങ്ങനെയാ പഠിക്കാറ് മോള്? ഉപ്പ മൊബൈലിൽ നോക്കി പാടും, അതുപോലെ ഞാനും പാടും. അങ്ങനെ പാടാറുണ്ടല്ലേ? ട്യൂഷന് വരുമ്പോൾ ടീച്ചറും പാട്ട് പഠിപ്പിക്കാറുണ്ടോ? പാടിപ്പിക്കാറുണ്ടല്ലേ? ട്യൂഷൻ ടീച്ചറിനെ ഇഷ്ടാണോ? ആണല്ലേ. ഇനി ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അൽഫാമാണോ? വീട്ടിലെന്താ ഉണ്ടാക്കാറ് സ്പെഷ്യലായിട്ട്? അൽഫാമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ആണല്ലേ. മിസ്രിമയുടെ പാട്ടും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയ ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ? ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം ചേണ്ടിപ്പുര.